നിങ്ങൾ ഓരോ ദിവസവും ലൈക്ക് യു വേക്കപ്പ് ആൻഡ് യു ഫൈറ്റ് എന്ന് എനിക്ക് തോന്നും. അതെവിടെ നിന്നാണ് അത്രയും സ്ട്രെങ്ത് വരുന്നത്? ഇത് ഫൈറ്റ് അല്ല ഒന്നാമത്തെ കാര്യം. അതാണ് അതിൽ ഒന്നാമത്തെ ഒരു സംഗതിയായിട്ട് പറയാം. ഈ ഒരു മടുപ്പ് അതായത് ഇങ്ങനെ ഉണ്ടാവാം, പറഞ്ഞത് കറക്റ്റാണ്. അപ്പം പണ്ട് ഈ ഹോമിയോപ്പതിനെയാണ് ആദ്യം വിമർശിച്ച് തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് നമ്മളിതിനെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ തന്നെ ഒരു മെൻറ്റർ എന്നൊക്കെയുള്ള രീതിയിൽ കാണുന്ന ഒരു വ്യക്തിയുണ്ട്. രവീന്ദ്രനെ അറിയുമായിരിക്കും, RC രവീന്ദ്രൻ. യെസ്. അപ്പോൾ അദ്ദേഹമായിട്ട് ഇങ്ങനെ പല കാര്യങ്ങൾ അന്നൊക്കെ, അപ്പോൾ നമ്മൾ ഈ സംഗതി തുടങ്ങി, അപ്പോൾ വളരെ യങ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഷെയർ ചെയ്യായിരുന്നു. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ കാര്യമാണ് അന്ന് ഞാൻ പറഞ്ഞത്. അധ്യാപകൻ എന്നും പഠിപ്പിക്കുന്ന ഒരേ സാധനമാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ ഹൈസ്കൂൾ അധ്യാപകനാണെങ്കിൽ ഒരേ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് ഒരു സബ്ജക്റ്റിൻ്റെ. പക്ഷെ നിങ്ങൾ മുന്നിലുള്ള ആളുകൾ മാറിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ നിങ്ങളിതിൽ മടുത്ത് ഞാൻ 2 വർഷം ഞാൻ പഠിപ്പിച്ച് ഇനി മടുത്തു, ഇനി ഞാൻ പഠിപ്പിക്കില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ലല്ലോ. കാരണം